അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ വളരെ എമർജൻസി ആയ ഒരു വീഡിയോ ആണ്. പ്രിയപ്പെട്ടവരെ, ഈ പിഞ്ചു പൈതൽ ജനിച്ച് ഈ ഭൂമി ലോകത്തേക്ക് വന്ന് ആകെ 8 മാസം മാത്രമുള്ള ഈ പിഞ്ചു പൈതലിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ വീഡിയോ നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യണം. ഈ കുട്ടിയുടെ മുമ്പിൽ നിന്ന് കൂടുതലൊന്നും പറയാനില്ല. വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. 15 ദിവസത്തിനുള്ളിൽ ഈ മോന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കണം. 32 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. പ്ലീസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ പൊന്നുമോളാണ് ഈ പൊന്നുമോൻക്ക് വേണ്ടി മജ്ജ നൽകുന്നത്. ബാക്കി പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോന്റെ നാട്ടുകാരായ ചിത്രദുർഗ, ഹൊസദുർഗ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഇവിടത്തെ പുരസഭ ടൗൺ ഹാളിന്റെ ഇവിടത്തെ ഗവൺമെന്റ് ഓഫീസിന്റെ മുമ്പിൽ വെച്ചാണ് ഞാനും പ്രിയപ്പെട്ടവരൊക്കെ ഉള്ളത്. അത്രക്കും എമർജൻസിയാണ്. 15 ദിവസത്തിനകം ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ 32 ലക്ഷം രൂപയാണ് സമാഹരിക്കേണ്ടത്. ദയവ് ചെയ്ത് എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. വളരെ എമർജൻസി ആയ വിഷയമാണ്. ഇവിടുത്തെ പഞ്ചായത്തിന്റെയും ഇവിടുത്തെ എല്ലാ അധികൃതരും നാട്ടിലെ പൗരപ്രമാണികരും എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. വളരെ വ്യക്തമായ ഒരു കമ്മിറ്റിയോട് കൂടെയാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടിക്ക് മാരകമായ ഒരു രോഗം ബാധിച്ച് മണിപ്പാലം ഹോസ്പിറ്റലാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, 32 ലക്ഷം ഉറുപ്പിക വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. വെറും 8 മാസം മാത്രം പ്രായമുള്ള ഒരു മുലപ്പാൽ എന്തെന്ന് പോലും അറിയാത്ത ഒരു കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ ആ ഹോസ്പിറ്റലുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്ന ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പല രോഗികളുടെ വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ എമിനെ റഹ്മാൻ. ഞാനിവിടെ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിഷാന്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ കുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടിക്ക് അൺഫോർച്ചുനേറ്റ്ലി സ്കിഡ് എന്ന് പറയുന്ന, അതായത് സംയോജിത രോഗപ്രതിരോധ ശേഷി കുറയുന്ന അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത ഒരു ജനിതക അസുഖം വന്നു ചേർന്നിട്ടുണ്ട്. ഈ അസുഖത്തിൽ കുട്ടിക്ക് രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ശക്തി വളരെ കുറവാണ്, ഓൾമോസ്റ്റ് ഇല്ല ശരീരത്തിൽ. അത് കാരണം കുട്ടിക്ക് ഒരുപാട് അണുബാധകൾക്കുള്ള സാധ്യതയുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ അഡ്മിറ്റാണ് ICUവിൽ. അവന് ന്യൂമോണിയ ഉണ്ട്, വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് അണുബാധകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അസുഖത്തിന് ഉള്ള ക്യൂർ എന്ന് പറയുന്നത്, അതായത് മൊത്തത്തിൽ അത് മാറി ആ കുട്ടിക്ക് അസുഖത്തിൽ നിന്ന് മാറാവുന്ന ആകെയുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പോൾ അതിൽ കുട്ടിയുടെ സ്റ്റെം സെല്ല് മാറ്റി വെക്കുന്നതോടുള്ള അപ്പോൾ നമുക്കിത് എത്രയും വേഗം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളുള്ള ഓരോ ദിവസം കൂടുന്നവരും അണുബാധക്കുള്ള ചാൻസ് കൂടി വരും. അപ്പോൾ അടുത്ത ചെലവ് കൂടിയതും അതിനേറെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ